പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. 78ാമത്തെ സന്തോഷ് ട്രോഫി ആരംഭിച്ചു. കേരളത്തിന്റെ ക്യാപ്റ്റൻ ആരാണ്? അതുപോലെ തന്നെ ഇന്നലെ രഞ്ജി ട്രോഫിയിൽ പുതിയൊരു റെക്കോർഡ്. എന്താണ് ആ പുതിയ റെക്കോർഡ്? ഇതേപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജെഡിഎസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. ജെഡിഎസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഇന്നത്തെ ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, അതായത് സന്തോഷ് ട്രോഫിയിൽ സഞ്ജു ജി പുതിയ ക്യാപ്റ്റൻ. സന്തോഷ് ട്രോഫിയിൽ കേരള ടീമിന്റെ ക്യാപ്റ്റൻ ആണ് സഞ്ജു. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 78ാമത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിലെ കേരളത്തിന്റെ ക്യാപ്റ്റൻ ആരായിരിക്കും? സഞ്ജു ജി. സഞ്ജു എന്ന പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം സഞ്ജു സാംസൺ എന്ന പേര് ഇന്ന് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പേരാണ്. സഞ്ജു സാംസൺ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സൗത്ത് ആഫ്രിക്കയെതിരെ ഉള്ള മത്സരത്തിൽ ഇന്നലെ സഞ്ജു സാംസൺ 56 ബോളിൽ 109 റൺസ് നേടിക്കൊണ്ട് റെക്കോർഡുണ്ടാക്കി. T20 ഇന്റർനാഷണൽ മത്സരത്തിലാണ് സഞ്ജു സാംസൺ ഈ വർഷത്തെ 3ാമത്തെ സെഞ്ചുറി. ഇതൊരു റെക്കോർഡാണ്. വെറും 56 ബോളിൽ 109 റൺസ്. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് സഞ്ജു ജി, കേരളത്തിന്റെ സന്തോഷ് ട്രോഫി ടീമിലേക്കുള്ള ക്യാപ്റ്റൻ. 78ാമത്തെ സന്തോഷ് ട്രോഫി 2024-25 ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥ്യം വഹിക്കുന്ന നഗരം ഏത്? ഹൈദരാബാദ്. ഈ പ്രാവശ്യത്തെ 78ാമത്തെ സന്തോഷ് ട്രോഫി 2024-25 ഈ നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദ് സിറ്റിയാണ്. അതായത് നവംബർ 15 ആരംഭിച്ച ഈ മത്സരം വരുന്ന നവംബർ 30 അവസാനിക്കും. ഫൈനൽ മത്സരമാണ് സന്തോഷ് ട്രോഫിയുടെ ഈ വരുന്ന നവംബർ 30. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും കേരളത്തിന് പ്രതീക്ഷിക്കാവുന്ന ഒരു മത്സരമാണ് സന്തോഷ് ട്രോഫി. എന്നാൽ ഒരു ചോദ്യമാണ്, ഏറ്റവും കൂടുതൽ സന്തോഷ് ട്രോഫി കിരീടങ്ങൾ നേടിയ ടീം ഏത്? പശ്ചിമ ബംഗാൾ. സന്തോഷ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ മത്സരം വിജയിച്ച ടീം എന്ന് പറയുമ്പോൾ അത് വെസ്റ്റ് ബംഗാളാണ്. കേരളം എത്ര തവണ സന്തോഷ് ട്രോഫി കിരീടം നേടിയിട്ടുണ്ട്? 7 തവണ. കേരളം 7 പ്രാവശ്യമാണ് സന്തോഷ് ട്രോഫി കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സന്തോഷ് ട്രോഫി കിരീടം കരസ്ഥമാക്കിയ ടീം ആണ് വെസ്റ്റ് ബംഗാൾ. ഈ പ്രാവശ്യത്തെ മത്സരം നടക്കുന്നത് ഹൈദരാബാദിലാണ്. സഞ്ജു ജി കേരളത്തിന്റെ ക്യാപ്റ്റൻ. സന്തോഷ് ട്രോഫി 78ാമത്തെ സന്തോഷ് ട്രോഫി മത്സരമാണ് നവംബർ 15 ആരംഭിച്ചിട്ടുള്ളത്. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, അതായത് അൻഷുൽ കാംബോജ് becomes third bowler to take all 10 wickets in an innings in Ranji Trophy. രഞ്ജി ട്രോഫിയിൽ 10 വിക്കറ്റ് നേടുന്ന 3ാമത്തെ ബൗളർ ആയി മാറി അൻഷുൽ കാംബോജ്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 നവംബർ 15 രഞ്ജി ട്രോഫി ഇന്നിംഗ്സിൽ 10 വിക്കറ്റും വീഴ്ത്തി ചരിത്രം സൃഷ്ടിച്ചത് ആരാണ്? അൻഷുൽ കാംബോജ്. രഞ്ജി ട്രോഫി മത്സരത്തിൽ ഇന്നലെ, അതായത് നവംബർ 15 അൻഷുൽ കാംബോജ് 10 വിക്കറ്റ്, അതായത് ഒരു ഇന്നിംഗ്സിൽ 10 വിക്കറ്റ് നേടിക്കൊണ്ട് വീണ്ടും ഒരു ചരിത്രം സൃഷ്ടിച്ചു. ഇത് 3ാമത്തെ ഒരു വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ഒരു നേട്ടം കൈവരിക്കുന്നത്. രഞ്ജി ട്രോഫിയിൽ 3ാമത്തെ വ്യക്തി അൻഷുൽ കാംബോജ്, ഒരു ഇന്നിംഗ്സിൽ 10 വിക്കറ്റ് നേടുന്ന താരം. 2024 നവംബർ 15 രഞ്ജി ട്രോഫി ഇന്നിംഗ്സിൽ 10 വിക്കറ്റ് വീഴ്ത്തിയ ഹരിയാന ബൗളർ ഏത് ടീമിനെതിരെയാണ് 39 വർഷത്തിനിടെ ആദ്യ ബൗളറായി മാറിയത്? കേരളത്തിന് എതിരെയാണ് ഹരിയാന സ്വദേശിയായിട്ടുള്ള ഹരിയാന ടീമിന് വേണ്ടി കളിക്കുന്ന അൻഷുൽ കാംബോജ് ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ഈ ഒരു നേട്ടം എന്ന് പറയുമ്പോൾ 39 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള നേട്ടം. അതായത് 3 പേര് മാത്രമാണ് രഞ്ജി ട്രോഫിയിൽ ഒരു ഇന്നിംഗ്സിൽ 10 വിക്കറ്റ് നേടുന്ന താരങ്ങൾ. 39 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ അൻഷുൽ കാംബോജ് ഈ ഒരു മത്സരത്തിൽ 10 വിക്കറ്റ് നേടിയിട്ടുള്ളത്. ഹരിയാന സ്വദേശിയാണ് അംബുൽ കാംബോജ്. ഇത് കളിച്ചിട്ടുള്ളത് കേരളത്തിനെതിരെയാണ്. ഈ മത്സരത്തിൽ 10 വിക്കറ്റ് നേടിയിട്ടുള്ളത്. രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ആരാണ്? രജീന്ദർ ഗോയൽ. രഞ്ജി ട്രോഫിയിൽ ആകെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുള്ള താരം എന്ന് പറയുമ്പോൾ അത് രജീന്ദർ ഗോയൽ ആണ്. എന്നാൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള വ്യക്തി ആര്? വസീം ജാഫർ. 12038 റൺസ് നേടിയാണ് വസീം ജാഫർ രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ളത്. 1934 രഞ്ജി ട്രോഫി ആരംഭിച്ചിട്ടുള്ളത്. രഞ്ജി ട്രോഫി ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച ടീം ഏത്? മുംബൈ ക്രിക്കറ്റ് ടീം. നേരത്തെ പറഞ്ഞ സന്തോഷ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ കിരീടം കരസ്ഥമാക്കിയ ടീം എന്ന് പറയുമ്പോൾ പശ്ചിമ ബംഗാൾ ആണെങ്കിൽ, രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ച ടീം എന്ന് പറയുമ്പോൾ അത് മുംബൈ ക്രിക്കറ്റ് ടീമാണ്.
മുംബൈ ക്രിക്കറ്റ് ടീം. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇൻ എ ഫസ്റ്റ് നേപ്പാൾ എക്സ്പോർട്സ് ഇലക്ട്രിസിറ്റി ടു ബംഗ്ലാദേശ് വയ ഇന്ത്യൻ പവർ ഗ്രിഡ്. ആദ്യമായി നേപ്പാൾ ബംഗ്ലാദേശിലേക്ക് ഇന്ത്യൻ പവർ ഗ്രിഡ് വഴി വൈദ്യുതി കയറ്റുമതി ചെയ്യുന്നു. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആയിരുന്നു. കാരണം ആദ്യമായിട്ടാണ് മറ്റൊരു രാജ്യം ഇന്ത്യ വഴി ഇലക്ട്രിസിറ്റി വേറൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുന്നത്. 3 രാഷ്ട്രങ്ങൾ ഉൾപ്പെടുന്ന ഇലക്ട്രിസിറ്റി പവർ സപ്ലൈ ആണ് നടന്നിട്ടുള്ളത്. ഇത് നേപ്പാൾ തുടങ്ങി ഇന്ത്യ വഴി ബംഗ്ലാദേശിലേക്ക് പോകുന്ന ഇലക്ട്രിസിറ്റി. 2024 നവംബർ 15 ഇന്ത്യൻ പവർ ഗ്രിഡിലൂടെ ബംഗ്ലാദേശിലേക്ക് ആദ്യമായി വൈദ്യുതി കയറ്റുമതി ചെയ്ത രാജ്യം ഏത്? നേപ്പാൾ. ഇപ്പൊ നവംബർ 15 ഇന്നലെയായിരുന്നു ആദ്യമായിട്ട് ഇന്ത്യൻ പവർ ഗ്രിഡിലൂടെ ഇന്ത്യയിലെ ഇലക്ട്രിസിറ്റി ലൈനിലൂടെ ബംഗ്ലാദേശിലേക്ക് നേപ്പാൾ ഇലക്ട്രിസിറ്റി എക്സ്പോർട്ട് ചെയ്തു. നേപ്പാളിൽ നിന്ന് ബംഗ്ലാദേശിലേക്കുള്ള വൈദ്യുതി പ്രവാഹം ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര ഊർജ ഭവന നഗരമന്ത്രിയുടെ പേര് മന്ത്രി മനോഹർ ലാൽ. ഇന്ത്യയിലെ യൂണിയൻ മിനിസ്റ്റർ ഫോർ പവർ ആൻഡ് ഹൗസിംഗ് ആൻഡ് അർബൻ, ഇത് മിനിസ്റ്റർ മനോഹർ ലാൽ ആണ്. ഇദ്ദേഹമാണ് ഇന്നലെ നടന്നിട്ടുള്ള ആ ചടങ്ങിൽ നേപ്പാളിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഇന്ത്യ വഴി ഇലക്ട്രിസിറ്റി എക്സ്പോർട്ടിംഗ് അതിന്റെ ഇനാഗുറൽ ആയിട്ട് ആ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. നേപ്പാൾ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പേരെന്താണ്? നേപ്പാൾ ഇലക്ട്രിസിറ്റി അതോറിറ്റി, NEA. നമുക്ക് KSEB എന്ന് പറയുന്ന പോലെ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്ന പോലെ തന്നെ നേപ്പാളിന്റെ ഇലക്ട്രിസിറ്റി ബോർഡ് ആണ് നേപ്പാൾ ഇലക്ട്രിസിറ്റി അതോറിറ്റി, NEA. നേപ്പാൾ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ പ്രാഥമിക വൈദ്യുതി ജനറേറ്റർ ഏതാണ്? ജലവൈദ്യുതി നിലയങ്ങൾ. ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്സ് ആണ് നേപ്പാൾ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിലും അതുപോലെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് വഴി തന്നെയാണ്. അതുപോലെ തന്നെ നേപ്പാൾ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെയും ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്സ് വഴി, അതായത് ജലവൈദ്യുതി നിലയങ്ങൾ വഴിയാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, മിസിൽസ് കേസ് സർച്ച് വേൾഡ് വൈഡ് ഇൻഫെക്ടിംഗ് 10.3 million people in 2023. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന പ്രകാരം 2023 10.3 ദശലക്ഷം ആളുകൾക്കാണ് 5ാം പനി ബാധിച്ചിരിക്കുന്നത്. ഇതൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള ന്യൂസ് ഹെഡിംഗ് ആണ്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലോകാരോഗ്യ സംഘടന പുതുതായി പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് 2023 ആഗോളതലത്തിൽ എത്ര മീസിൽസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു? 10.3 ദശലക്ഷം കേസുകൾ. 5ാം പനി ഇന്ന് പല രാജ്യങ്ങളിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം 2023 10.3 മില്യൺ, അതായത് 10.3 ദശലക്ഷം ആളുകൾക്കാണ് 5ാം പനി ബാധിച്ചിരിക്കുന്നത്. ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണക്കെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അറിയിച്ചിട്ടുള്ളത്. മിസിൽസ് കേസുകൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഏത് പ്രായക്കാരെയാണ്? 5 വയസ്സിൽ താഴെ. അപ്പൊ ചെറിയ കുട്ടികളെയാണ് 5ാം പനി ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത്. ഒരുപക്ഷെ അവരുടെ റെസിസ്റ്റൻസ് പവർ അല്ലെങ്കിൽ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കുറവായിട്ടായിരിക്കാം അവർക്ക് ഇത്തരത്തിലുള്ള ഈ രോഗം ബാധിക്കുന്നത്. എന്നാൽ ഇത് വലിയ രോഗമായിട്ട് കണക്കാക്കേണ്ട ആവശ്യവുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള 2 ഡോസിന്റെ ആ ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് മാറാവുന്ന ഒന്ന് തന്നെയാണ് എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം. പക്ഷേ പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ചില ഫെസിലിറ്റീസ്, അതായത് ഹെൽത്ത് ആയി ബന്ധപ്പെട്ട ഫെസിലിറ്റീസ് കുറവായതുകൊണ്ടാണ് ഈ കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. 2023 ഏറ്റവും കൂടുതൽ 5ാം പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രദേശം ഏതാണ്? ആഫ്രിക്കൻ മേഖല. മിക്കവാറും എല്ലാ അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രദേശം എന്ന് പറയുമ്പോൾ അത് ആഫ്രിക്കൻ റീജിയൻ ആണ്. കാരണം ദാരിദ്ര്യമാണ്. സാമ്പത്തികമായിട്ട് വളരെ മോശമായിട്ട് നിൽക്കുന്ന, ഉയർച്ചയില്ലാത്ത, എന്നാൽ പല രാജ്യങ്ങളിലും വംശീയ കലാപങ്ങൾ, ദാരിദ്ര്യം, വരൾച്ച എന്നിവ വളരെയധികം ബാധിക്കുന്ന രാഷ്ട്രങ്ങളാണ് പ്രത്യേകിച്ച് ആഫ്രിക്കൻ റീജിയനിൽ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ബാധിക്കുന്ന ഒരു റീജിയൻ എന്ന് പറയുമ്പോഴും അത് ആഫ്രിക്കൻ റീജിയൻസ് ആണ്. എങ്ങനെയാണ് മിസിൽസ് മറ്റുള്ളവരിലേക്ക് പടരുന്നത്? 5ാം പനി പടരുന്നത് എങ്ങനെയാണ്? എയർ വഴി അല്ലെങ്കിൽ ബൈ കോണ്ടാക്ട്. എയർ അല്ലെങ്കിൽ കോണ്ടാക്ട് വഴിയാണ് 5ാം പനി മറ്റുള്ളവരിലേക്ക് ബാധിക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ 5ാം പനി ബാധിക്കുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, പ്രൈം മിനിസ്റ്റർ ടു ഇനോഗ്രേറ്റ് ദ ഫസ്റ്റ് ബോഡോലാൻഡ് മഹോത്സവ് അറ്റ് ഡൽഹി. പ്രധാനമന്ത്രി ഡൽഹിയിൽ 1ാം ബോഡോലാൻഡ് മഹോത്സവ് ഉദ്ഘാടനം ചെയ്യും.
ഇന്നലെയായിരുന്നു ഉദ്ഘാടനം. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 നവംബർ 15 ഡൽഹിയിൽ നടന്ന ഒന്നാം ബോഡോലാൻഡ് മഹോത്സവം ആരാണ് ഉദ്ഘാടനം ചെയ്തത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബോഡോലാൻഡ് മഹോത്സവം ആയി ബന്ധപ്പെട്ട് നവംബർ 15 ഡൽഹിയിൽ ബോഡോലാൻഡ് മഹോത്സവ് ആരംഭിച്ചു. ഇതിന്റെ ഉദ്ഘാടന കർമ്മം നടത്തിയിട്ടുള്ളത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. ഏറ്റവും കൂടുതൽ ബോഡോകൾ താമസിക്കുന്ന സംസ്ഥാനം അസം. ആസാമിലെ ഏതാണ്ട് 3-4 ഡിസ്ട്രിക്റ്റിലാണ് ബോഡോസ് ഏറ്റവും കൂടുതലായിട്ട് താമസിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബോഡോ പീപ്പിൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അത് അസാമാണ്. വേൾഡ് ഡയബറ്റിസ് ഡേ 2024 ഈ കഴിഞ്ഞ ദിവസമായിരുന്നു വേൾഡ് ഡയബറ്റിസ് ഡേ, അതായത് ലോക പ്രമേഹ ദിനം. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ലോക പ്രമേഹത്തിന്റെ തീം എന്താണ്? ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ബ്രിഡ്ജിംഗ് ഗ്യാപ്പ്. തടസ്സങ്ങൾ തകർക്കുന്നു, വിടവുകൾ നികത്തുന്നു. ഇതാണ് തീം 2024 വേൾഡ് ഡയബറ്റിസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട്. എല്ലാ വർഷവും ഏത് ദിവസമാണ് ലോക പ്രമേഹ ദിനം ആചരിക്കുന്നത്? 14 നവംബർ 2024. 14th നവംബർ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് പ്രത്യേകത. അതായത് 14th നവംബർ ആണ് ചിൽഡ്രൻസ് ഡേ. അതുപോലെ തന്നെ 14th നവംബർ ഇന്റർനാഷണൽ ലെവലിലാണെങ്കിൽ അത് വേൾഡ് ഡയബറ്റിസ് ഡേ ആണ്. ഈ പ്രാവശ്യത്തെ തീം ആണ് ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ബ്രിഡ്ജിംഗ് ഗ്യാപ്പ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറെ കറണ്ട് അഫേഴ്സും അതുമായി ബന്ധപ്പെട്ട് ജനറൽ നോളജ് ആണ് ലേഡീസ് കറണ്ട് അഫേഴ്സ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മളെന്നും ഇതുപോലെ തന്നെ ഡിസ്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അത് നമ്മുടെ നോളജ് ആണ് വർദ്ധിപ്പിക്കുന്നത്. എന്നും നോളജ് ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങളിലും പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.